എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു സ്പീഡോ മീറ്ററും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് നമ്മുടെ സൈക്കിളിൽ വയ്ക്കുന്നതാണ് വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ 420 സബ്സ്ക്രൈബറായി. അപ്പോൾ കുറച്ചുകൂടെ സബ്സ്ക്രൈബറായ 500 സബ്സ്ക്രൈബർ ആവും. അപ്പോൾ കാണുന്ന എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, നമ്മുടെ പാക്കിൽ ഇത്ര ഐറ്റംസാണ് വരുന്നത്. ഇതാണ് എൻ്റെ സൈക്കിൾ, ഹീറോ സ്പ്രിൻ്റ് എന്ന് പറയുന്ന മോഡൽ. ഞാൻ ഷോർട്സിലും കാര്യങ്ങളിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ഈ ഐറ്റം അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ബാക്കിൽ തന്നെ ഒട്ടിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. അതപ്പോൾ ഊരിയിട്ട് നമ്മൾ എവിടെയാണോ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ജോയിൻറ്റ് ചെയ്ത് വരുന്ന വയറും കാര്യങ്ങളൊക്കെ ഇവിടെ താഴെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ എന്താ ഒട്ടിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അത് ഊരി നമുക്കിതായി ടയറിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇത് ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ ഗൈസ്, ഇതൊരു സെൻസർ പോലത്തെ സംഭവമാണ്. ഇനി നമുക്കൊരു മാഗ്നറ്റ് കാര്യങ്ങളൊക്കെ ഈ ടയറിൻ്റെ കമ്പിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിങ്ങനെ അഴിക്കുമ്പോൾ ഈ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ആ കമ്പിയിൽ കൂടെ കയറ്റി ആ സെൻസറിന് നേരെയായിട്ട് വെച്ച് കൊടുക്കണം. സ്ക്രൂവും കാര്യങ്ങളൊക്കെ വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഈ ഒരു രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഗൈസ്, നമ്മളിതാ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇതാ വലിയ റോഡിലോട്ട് വന്നിട്ടുണ്ട്. ചുറ്റും കാടാണ്. ഈ സെൻസറിലാണ് കാര്യം. ആ മാഗ്നറ്റും ഈ സെൻസറും ഒരേ അളവിൽ ഒരേ നീളത്തിന് ഇരിക്കണം. എങ്കിൽ മാത്രമേ മേളിൽ നിന്ന് കണക്ഷൻ കിട്ടുള്ളൂ. അതാ കേബിൾ ടൈയും കാര്യങ്ങളൊക്കെ വെച്ച് ഒക്കെ ടൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ബോർഡായാലും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ കേബിൾ ടൈ ഒക്കെ വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബോർഡ്. അപ്പോൾ ഗൈസ്, ടയറിൻ്റെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കുറച്ച് നമ്പേഴ്സ് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ ഗൂഗിളിലിട്ടാണ് ഈ ടയറിൻ്റെ സർക്യൂംഫറൻസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കേണ്ടത്. അത് വേണം നമ്മൾ ആ മീറ്ററിൽ അടിച്ചു കൊടുക്കാൻ. അപ്പോൾ ഗൈസ്, ഇത് ആദ്യം തന്നെ നമ്മൾ റീസെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതായത് ഇതിൻ്റെ അടിയിൽ ഊരിയിട്ട് ഈ ബാറ്ററി ഒന്ന് ഊരി ഒന്നുകൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ റീസെറ്റ് ആവും. തിരിച്ചിട്ട് അതേപടി അടച്ചു വെക്കാം. അപ്പോൾ അത് റീസെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സർക്യൂംഫറൻസ് നമ്മൾ ഗൂഗിളിൽ കാണിച്ചത് 2333 ആണ്. അപ്പോൾ അത് നമുക്ക് അടിച്ചു കൊടുക്കാം. ഗൈസ്, നമ്മളിത് ആ സർക്യൂംഫറൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സൈക്കിളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീറ്റർ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ മീറ്ററും കാര്യങ്ങളൊക്കെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിക്കെന്നൊരു ശബ്ദം കേൾക്കും. അപ്പോൾ നമ്മളെ ബോർഡും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടയറിലോട്ട് ആ കണക്ഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കവിടെ സിഗ്നലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് നമ്മൾക്ക് കിട്ടുന്നതെന്ന് അറിയാനുള്ളത്. ഇനി നമുക്ക് ഓട്ടിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ മീറ്ററും കാര്യങ്ങളൊക്കെ അവിടെ വർക്കാവുന്നുണ്ട്. നല്ല പാടാണ് ഗൈസ് ഒരു കയ്യിൽ ഫോണും പിടിച്ച് മറ്റേ കയ്യിൽ സൈക്കിൾ ഓട്ടിക്കാൻ. സ്പീഡും കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. 12, 13, 11. നമ്മുടെ പ്രോഡക്റ്റ് ഇതാ പക്ക വർക്കിംഗ് ആണ്. ഇതിൽ വേറെയും കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. നമുക്കതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, എനിക്ക് ഈ പ്രോഡക്റ്റ് ഭയങ്കര യൂസ്ഫുള്ളായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ഒരു ഫണ്ണിന് വേണ്ടി വാങ്ങിച്ച സൈക്കിളിൽ വയ്ക്കാം. പിന്നെ ഇത് വാട്ടർ പ്രൂഫും കാര്യങ്ങളൊന്നുമല്ല. അതുകൊണ്ട് വെള്ളം നനഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. പിന്നെ ആകെ ഈ പ്രോഡക്റ്റിന് 200 രൂപ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു വിലയ്ക്ക് ഇതിൽ ഇത്രയും കാര്യങ്ങൾ കാണിക്കുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഗൈസ്, നമുക്കിതിൽ ആവറേജ് സ്പീഡ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ കാണാൻ കഴിയും.
മാക്സ് സ്പീഡ് ഞാൻ 19 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് മാക്സ് പോയെന്നാണ് ഇതിൽ കാണിക്കുന്നത്. ആവറേജ് സ്പീഡ് 7 കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ വേറെ അറിയാൻ പറ്റും. ടോട്ടൽ ടൈം 3 മിനിറ്റും 20 സെക്കൻഡുമാണ് ഞാൻ ഇത് ഓട്ടിച്ചത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇതിൽ അറിയാൻ പറ്റും. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും ഇത് ഓട്ടിച്ചോട്ടിച്ച് കുറേ കൂടെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് ടോട്ടൽ ടൈം കാണിക്കുന്നുണ്ട് 6 മിനിറ്റ് 24 സെക്കൻഡ്. മാക്സ് സ്പീഡ് കാണിക്കുന്നുണ്ട് 24 വരെ പോയെന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഇത് ആവറേജ് സ്പീഡ് ഇപ്പോഴും 7 തന്നെയാണ്. ഗൈസ് നമ്മുടെ ഐറ്റവും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഈ മാഗ്നറ്റും ഈ സെൻസറും തമ്മിലുള്ള കണക്റ്റ് കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ അതിൽ സ്പീഡ് കാണിക്കുകയുള്ളൂ. നിങ്ങൾ ഇത് വയ്ക്കുമ്പം കറക്റ്റ് ആയിരിക്കണം. പിന്നെ കേബിൾ ടൈ കാര്യങ്ങളൊക്കെ അവർ കൂടെ തരുന്നുണ്ട്. അപ്പോൾ അതിട്ട് മാക്സിമം ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഗൈസ് അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു. അപ്പോൾ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം. അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്.